ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായയ്ക്ക് എളുപ്പത്തിൽ മുട്ട കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. ഉള്ളിലാണെന്നുണ്ടെങ്കിലും മുട്ട കൊണ്ട് നല്ലൊരു ഫില്ലിങ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഒരുപാട് ഓയിലൊന്നും അല്ലാതെ ഇതേപോലെ കുറഞ്ഞ ഓയിലിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്നാക്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ രണ്ടും ഓരോരോ ടീസ്പൂൺ വെച്ച് ഉണ്ട്. ഇഞ്ചി ആണെന്നുണ്ടെങ്കിലും 1 ടീസ്പൂൺ, അതേപോലെ തന്നെ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിലും 1 ടീസ്പൂൺ. ഇതേപോലെ ഒരുപാട് കനത്തിലൊന്നും അല്ലാതെ തീരെ കനം കുറച്ചിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി നമ്മൾ ഈ 2 പച്ചമുളകും അതേപോലെ തന്നെ കാശ്മീരി റെഡ് ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ എരിവിന് വേണ്ടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. പച്ചമുളകൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് മാറി ശരിക്കും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീഡിയം സൈസുള്ള ഒരു 2 സവാള പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കനമൊന്നുമില്ലാതെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് വാടി വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്നുങ്ങി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് കണ്ടത് സവാളയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വാടി ശരിക്കും ഒന്നും കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് ടേസ്റ്റിന് വേണ്ടി ഒരു ക്യാപ്സിക്കം അതേപോലെ തന്നെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ തക്കാളി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആ കുരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ പുറം ഭാഗത്ത് തൊലിയുണ്ടല്ലോ നല്ല കട്ടി ഭാഗം അത് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം സവാളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് തട്ടിപ്പൊത്തി പതുക്കെ ഒന്ന് വെന്ത് വാടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ടാതെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. ശരിക്കും ഒന്ന് ചൂട് കയറി വന്നാൽ മാത്രം മതി, നന്നായിട്ടങ്ങ് കുഴഞ്ഞു വന്നോളും. അത് മതി. അപ്പോൾ പതുക്കെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എടുത്ത് കാശ്മീരി റെഡ് ചില്ലിയും 1/2 ടീസ്പൂൺ എടുത്ത് നമ്മുടെ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്തേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാല ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത്. നല്ല മണം ഉണ്ടാവും. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവേ. അതേപോലെ തന്നെ ചിക്കൻ മസാല ആണെന്നുണ്ടെങ്കിലും ഏകദേശം 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്ത് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെയും ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോകും. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയുടെ പരിപാടി എന്ന് പറയുന്നത്, ഉള്ളിലെ ഫില്ലിങ്ങിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വലിയ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. അതാണ് മസാലയൊക്കെ അവിടെ തണുത്ത് വരുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഒരു മിക്സും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു ഷീറ്റ് പോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ വലിപ്പമുള്ള ഒരു ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് വെള്ളമല്ല പാലാട്ടോ നമ്മൾ ചേർക്കുന്നത്. 1/2 കപ്പ് തന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് പാൽ നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മൂന്നും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ മിക്സിയുടെ ജാറിൽ മൈദയും മുട്ടയും അതേപോലെ തന്നെ പാലും എല്ലാം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിക്കാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു 1/2 കപ്പ് പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നങ്ങ് അടിച്ചെടുക്കാം. അപ്പോഴാണ് ഒരു അപ്പത്തിൻ്റെ പരുവത്തിൽ, സാധാരണ ഒരു മാവൊക്കെ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. കണ്ടതാ ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തം 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. തിളപ്പിച്ച പാലൊന്നുമല്ല കേട്ടോ, സാധാരണ കവർ പാൽ തന്നെയാണ്. അങ്ങനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റായിട്ടാട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കനമൊന്നുമില്ലാതെ ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി പൊട്ടുന്ന സമയം കളയാതെ നമുക്ക് ചെറിയൊരു ഷീറ്റ് പോലെ അപ്പം പോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ, അതായത് ഒരു തവി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പോലെ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മാവ് കണ്ടതാ ഒരു സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കനമില്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കനത്തിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഒരെണ്ണം ചുട്ടെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി വെച്ച് നമുക്ക് എക്സ്ട്രാ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഇങ്ങ് ഷീറ്റ് പോലെ റെഡിയാക്കി എടുക്കാം. സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും കണ്ടോ, ഈ ഒരു കനത്തിൽ വേണം വരാനായിട്ട്. അപ്പോൾ ഈ ഒരു കനത്തിലും അതേപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിലും ഒക്കെ വരുമ്പോൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ ഫില്ലിംഗ് ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് കവറൊക്കെ ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഓയിലിലേക്ക് ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലും കനം ഒരുപാട് കൂടി പോകാത്തതുകൊണ്ട് പൊട്ടിയൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. 2 വശം മൊരിയിച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ഷീറ്റും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനി പൊട്ടുന്നതിന് സമയമൊന്നും കളയാതെ നമുക്ക് നേരെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഓരോ ഷീറ്റ് എടുത്ത് അതിൻ്റെ എല്ലാ സൈഡിലും, അതായത് ആ റൗണ്ടിലെ എല്ലാ സൈഡിലും പതുക്കെ ആ മാവൊന്ന് പറ്റി കൊടുക്കുകയാണ്. അതായത് നമ്മൾ അപ്പം ചുട്ട ആ മാവുണ്ടല്ലോ, അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ എല്ലാ സൈഡിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ മൈദയുടെ പേസ്റ്റൊന്നും നമ്മൾ റെഡിയാക്കി എടുക്കേണ്ട, അത് തന്നെ മതിയാവും. അതിനുശേഷം നടുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങും അതേപോലെ തന്നെ ഒരു മുട്ടയുടെ പകുതി കട്ട് ചെയ്ത പകുതിയും കൂടി വെച്ച് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗവും ഒട്ടും തന്നെ വിട്ടൊന്നും പോരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ആ ബ്രഷ് വെച്ച് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഷീറ്റിന് ഒരുപാട് കനമില്ലാത്തതുകൊണ്ടാണ് ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോരാതെ കറക്റ്റായിട്ട് വന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് കനത്തിലായി പോകരുത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓരോ ഷീറ്റിൻ്റെ സൈഡിലും ഇതേപോലെ മാവ് വെച്ച് നടുക്ക് നമ്മുടെ മസാലയും അതേപോലെ തന്നെ ഒരു മുട്ടയുടെ പകുതിയും വെച്ച് എല്ലാ സൈഡിലും വീണ്ടും പേസ്റ്റ് ചെയ്തിട്ട് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു 6 സ്നാക്സിനുള്ളത് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 3 മുട്ടയിൽ നിന്നാണ് ഇതേപോലെ 6 സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കയ്യിൽ മുട്ട കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ മസാലയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒരുപാട് ഒഴിക്കേണ്ട, ഇതേപോലെ 2 വശം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പാകത്തിന് ഇത്രയും മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. ഒരു 4-5 ടേബിൾ സ്പൂൺ അത്ര മാത്രമേ ഉള്ളൂ. ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. കണ്ടതാ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്നിങ്ങ് മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇതേപോലെ 2 വശം ഒന്നിങ്ങ് ഫ്രൈ ആയി വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2 വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാനുള്ള ഒരു സമയം ഒരു 1-2 മിനിറ്റ് അത്ര മാത്രം മതിയാവും. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ 2 വശം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സ്നാക്സും പെട്ടെന്ന് ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ പാൻ എടുത്തുകൊണ്ടാണ് 2 വീതം വെച്ച് ചെയ്യുന്നത്. നിങ്ങൾ വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഇതേപോലെ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 3 മുട്ട ഉപയോഗിച്ചുകൊണ്ട് 6 സ്നാക്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, 2 വശമാണെന്നുണ്ടെങ്കിലും ഒന്ന് പാകത്തിന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരുപാടങ്ങ് മുരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്സ് തന്നെയാണ്. ഉള്ളിൽ ഫില്ലിങ്ങിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കഴിക്കാൻ നേരത്തെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ ചൂട് ചായയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടല്ലോ, സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ മറക്കാതെ മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആ മസാലയുടെയും മുട്ടയുടെയും അതേപോലെ തന്നെ ആ ഷീറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ റെസിപ്പിയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.